ഹായ് എവരിവൺ, ഇന്ന് ഞാൻ മുട്ടമാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 20 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മുട്ടയ്ക്കും ചെയ്യാം. അപ്പോൾ 10 മുട്ടയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള പഞ്ചസാരയുടെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് പകുതിയാക്കിയാൽ മതി. ഞാൻ എടുത്തിട്ടുള്ള എല്ലാം സാധാരണ മുട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാടൻ മുട്ടയോ അല്ലെങ്കിൽ താറാവ് മുട്ടയോ ഉപയോഗിക്കാം. അപ്പോൾ ഒരു 4-5 എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടമാലയ്ക്ക് നല്ല മഞ്ഞ കളർ കിട്ടും. മുട്ട ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്യായിരിക്കും നല്ലത്. ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മുട്ട ഇങ്ങനെ മുഴുവനായിട്ട് പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പൊട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ മഞ്ഞ പൊട്ടിപ്പോവും. നമ്മൾ താഴ്ത്തി വെച്ചിട്ട് വേണം മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ എല്ലാ മുട്ടകളും ഞാൻ ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു അരിപ്പ വെക്കുന്നുണ്ട്. അരിപ്പ വെക്കുന്നത് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ പാടം ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈവിരലുകൾ വിടർത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു കയ്യിൽ മുട്ടയുടെ മഞ്ഞ എടുക്കാം, എന്നിട്ട് മറ്റേ കൈയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതുപോലെ 2-3 തവണ ചെയ്യുമ്പോഴേക്ക് മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. ഇടയ്ക്ക് വിരലുകൾ ഇതുപോലെ പാത്രത്തിൻ്റെ വക്കിൽ വടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന സമയത്ത് മഞ്ഞയും വെള്ളയും കൂടി മിക്സായി പോകാറുണ്ട്. അപ്പോൾ 1-2 മുട്ടയ്ക്ക് അങ്ങനെ ആയ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെ ആവാറുണ്ട്. അപ്പോൾ മാക്സിമം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാക്സിമം മഞ്ഞ കോരി മാറ്റണം. കുറച്ച് മഞ്ഞ മിക്സായതിന് ശേഷിട്ട് മുട്ടമാല പെർഫെക്റ്റ് ആവാതിരിക്കില്ല. എന്നാലും മാക്സിമം മഞ്ഞയും വെള്ളയും മിക്സ് ആവാണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്താലും മാത്രമേ മുട്ടമാല പെർഫെക്റ്റ് ആവുമെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന അളവുകളെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് മുട്ടമാല കിട്ടുന്നതാണ്. മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഈ മഞ്ഞ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. ഇതുപോലെ അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് മാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അരിച്ചെടുത്തപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മഞ്ഞ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാരച്യൂട്ടിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഡിഷ് വാഷിൻ്റെ ബോട്ടിലോ ചെയ്യാം. പക്ഷെ അതൊക്കെ എപ്പോഴും എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നാൽ ഇതുപോലത്തെ ബോട്ടിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ബോട്ടിലിൻ്റെ അടപ്പിന് ഞാനൊരു ഹോള് വെച്ചിട്ടുണ്ട്. പുട്ടുകുത്തിയോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ ഉപയോഗിച്ചിട്ട് ഹോള് വെച്ച് കൊടുക്കാം. അതിൽ കൂടുതൽ തടിയുള്ളതാണെങ്കിൽ മുട്ടമാല ഭയങ്കര തടി കൂടിയതായി പോവും. ഇനി ഈ മുട്ടയുടെ മഞ്ഞ നമുക്ക് ഈ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 10 മുട്ടക്കാണെങ്കിൽ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഇനി 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാൻ 2 കപ്പ് പഞ്ചസാരയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിന് സൈഡിലായിട്ട് ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിൽ നിന്നും 2 സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. പഞ്ചസാരയിൽ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്ക് മുട്ടയുടെ വെള്ളം ഇതുപോലെ കട്ടിയാവാൻ തുടങ്ങും. ആ സമയത്ത് ഒരു ചട്ടം എങ്ങാനും ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള പഞ്ചസാരയിലെ അഴുക്കനുസരിച്ചിട്ടായിരിക്കും ഈ വൈറ്റിന് കളർ ചേഞ്ച് ഉണ്ടാവുക. ഇപ്പം വലിയ അഴുക്കൊന്നും ഇല്ല, അതുകൊണ്ട് കളർ ചേഞ്ച് അങ്ങനെ ഉണ്ടായില്ല. ഈ വൈറ്റിൻ്റെ കളർ മാറി വരാത്തതുകൊണ്ട് ഞാൻ ഒരു തവണ മാത്രമേ ഇതുപോലെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല കളർ മാറ്റം ഉണ്ടെങ്കിൽ 1-2 തവണയെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ പത വരുന്ന സമയത്ത് ഈ ബോട്ടിൽ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചു കൊടുക്കാം.
ബോട്ടിൽ നല്ല ഹൈറ്റിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നേരിയ മാല കിട്ടും. നിങ്ങൾക്ക് ഇനി തടിയുള്ള മാലയാണ് വേണ്ടതെങ്കിൽ ബോട്ടിൽ താഴ്ത്തി വെച്ച് ചെയ്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ തട്ടിയിട്ട് മിഡിലാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെ വേവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10-15 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ച വെള്ളം ഇതുപോലെ ഒന്ന് ഇതിന് മുകളിലേക്ക് കൊടിഞ്ഞു കൊടുക്കണം. മുട്ടയുടെ മഞ്ഞ വേവാൻ മാക്സിമം ഒരു 20 സെക്കൻഡൊക്കെ മതിയാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. മുട്ടമാല ഇതുപോലൊരു പ്ലേറ്റിലാണ് കോരി വെക്കുന്നത്. ഇനി ഈ പ്ലേറ്റിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊരു തുണി എങ്ങാനും വെച്ചിട്ട് ഹൈറ്റിൽ വെക്കണം. ഇതിലുള്ള എക്സ്ട്രാ ഷുഗർ സിറപ്പ് താഴേക്ക് ഒലിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊക്കി വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ചിള്ളി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് മുട്ടമാലയ്ക്ക് വലിയ കളറൊന്നും ഉണ്ടാവില്ല. ഈ ഷുഗർ സിറപ്പ് ഉറ്റിയിട്ട് കുറച്ച് ഡ്രൈ ആയി വന്നാൽ മാത്രമേ മുട്ടമാലയ്ക്ക് നല്ല കളർ കിട്ടുള്ളൂ. ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പത വരും. ആ സമയത്ത് വീണ്ടും മാല ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് എല്ലാ മുട്ടമാലയും ഉണ്ടാക്കിയെടുക്കാം. ഈ പാത്രത്തിൽ വന്നിട്ടുള്ള എക്സ്ട്രാ ഷുഗർ സിറപ്പ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. മുട്ടമാല മുഴുവനായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് ചിക്കിയിട്ട് കൊടുക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് സെറ്റായിട്ട് വരും. മുട്ടമാല റെഡിയായി കഴിഞ്ഞു. ഇനി മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കാം. ചില ആൾക്കാർ ഇതിന് മുട്ട സുർക്ക എന്നാണ് പറയുക. മുട്ടയുടെ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 4 സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 10 മുട്ടയ്ക്കാണെങ്കിൽ 2 സ്പൂൺ മതി. മുട്ടമാല ആക്കിയ സമയത്ത് ബാക്കി വന്ന ഷുഗർ സിറപ്പാണിത്. ഇതൊരു 1/4 കപ്പ് ഉണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1/4 കപ്പിൽ കുറവാണ് ഷുഗർ സിറപ്പ് ഉള്ളൂവെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യം എനിക്ക് മധുരം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്താലും മതി. പക്ഷേ മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ കറക്കിന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. ഈ മിക്സ് ആവിയിൽ വെച്ച് വേവിക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഗീ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. ആവിയിൽ വെച്ച് വേവിക്കുന്നതിന് പകരം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചിട്ട് മുട്ടപ്പോളയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഹാർഡായി പോവും. ഇതാണ് ശരിയായ മെത്തേഡ്. 20 മിനിറ്റ് വെച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുവരെ മുട്ടമാല ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.